പുറത്ത് വെക്കണവരൊക്കെ അകത്ത് കയറി ഇരുന്നോട്ടോ, ഒരു കുഴപ്പമില്ല അച്ഛനെ, പുറത്ത് വെക്കണമെന്നില്ല, വെയിൽ കൊണ്ടൊക്കെ അകത്ത് കയറി ഇരുന്നോ. എനിക്കറിയാം നിങ്ങൾ വരുന്ന തന്നെ സന്തോഷം, വൈകിയാലും കുഴപ്പമൊന്നുമില്ല, വരുന്നുണ്ടല്ലോ. അപ്പം ചെമ്മരിയാട്ടിൻ കൂട്ടത്തിലേക്ക് ചെന്നായകൾക്ക് ഭയങ്കര സ്നേഹം. ചെന്നായ ഒരു അംബാസഡറെ ചർച്ച ചെയ്യാനായിട്ട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ ചെന്നായകൾ കുറുക്കനെ തിരഞ്ഞെടുത്തു. കുറുക്കൻ അംബാസഡറായി ചർച്ച ചെയ്യാനായിട്ട് ചെമ്മരിയാട്ടിൻ കൂട്ടത്തിലേക്ക് ചെന്നു. നമുക്കറിയാം ചെമ്മരിയാടിനെ നോക്കുന്നത് പട്ടിയാണ്. നമ്മുടെ നാട്ടിലുള്ള ആടല്ല കേട്ടോ ചെമ്മരിയാട്, അത് കോലാടാണ്. അതിന് ദൈവം സഹായിച്ച ഒരു ബുദ്ധിയും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ എപ്പോഴും കോലാട് ചെമ്മരിയാട് എന്ന് പറയുന്നത്. കോലാട് ഉമ്പടാട്. അതിന് നിങ്ങൾ അമ്മിണിന്നല്ല കുഞ്ഞമ്മിണിന്നല്ല എന്ത് പേരിട്ട് എന്തോരം കാലം നോക്കിയാലും അതിലിഷ്ടപ്പെട്ടില്ല അത് ഇടിക്കും. നിങ്ങൾ പറഞ്ഞോടത്തൊന്നും അത് വലിയ, അതിന് പോണോടത്ത് നിങ്ങൾ പൊക്കോണം, അതിന് പറ്റിയതൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ കോലാട് എന്ന് ബൈബിളിൽ പറയും. ഉമ്പടാടിന് ഈ പറയുന്ന പേര്. അതിന് ബുദ്ധിബോധമൊന്നുമില്ല, ദൈവം സഹായിച്ച്. അതുകൊണ്ടാണ് ഈ കോലാടിൽ നിന്ന് വേർതിരിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചെമ്മരിയാട് നേരെ തിരിച്ച നമ്മുടെ പശുവിൻ്റെ പോലെ. അത് പറഞ്ഞനുസരിക്കും, വിളിച്ചാൽ വരും, ശബ്ദം കേട്ടാൽ ചെവിട് ഓർക്കും. പിന്നെ പാവ അങ്ങനെയൊന്നും ഒരു ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിന്ന് മരിക്കുക എന്നല്ലാണ്ട് ഓടി രക്ഷപ്പെടാനുള്ള ബുദ്ധിയൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ഇടയനെന്ത് പറയുന്നു അത് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ പണി. അപ്പോൾ ചെമ്മരിയാടിൻ്റെ അടുത്തേക്ക് കുറുക്കൻ ചെന്നിട്ട് പറഞ്ഞു,